അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കണ്ടെത്തിയ തകരാർ തിരിച്ചടിയാകുന്നു. ബ്ലാക്ക് ബോക്സ് വിശദ പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് അയക്കും. അതേസമയം മരിച്ചവരുടെ DNA പരിശോധന 7ാം ദിവസവും പുരോഗമിക്കുകയാണ്. അപകടത്തിൽ മരിച്ച 212 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞു. മലയാളിയായ രഞ്ജിതയുടെ DNA മാച്ച് റിസൾട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനിയും ഉയർത്താൻ സാധിക്കാത്ത വിമാനത്തിന്റെ എഞ്ചിനടിയിൽ കൂടുതൽ ശരീരാവശിഷ്ടങ്ങളുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. രാജ്യത്തെ ഞെട്ടിച്ച അപകടം നടന്നിട്ട് 7 ദിവസം. ഇനിയും തിരിച്ചറിയാനാവാതെ മൃതദേഹങ്ങൾ. ഇതിനിടെ ആശങ്ക ഉയർത്തുകയാണ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കണ്ടെത്തിയ തകരാർ. ബ്ലാക്ക് ബോക്സിന് തകരാർ കണ്ടെത്തിയതോടെ ഡാറ്റ എക്സ്ട്രാക്ഷൻ പ്രക്രിയയിൽ പ്രതിസന്ധി നേരിടുകയാണ്. വിവരങ്ങൾ വീണ്ടെടുക്കാനും കൂടുതൽ പരിശോധനയ്ക്കുമായി ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉടൻ അന്തിമ തീരുമാനമെടുക്കും. ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും വിദേശത്തേക്ക് പോകും. അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടേതടക്കം DNA പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ. DNA പരിശോധനാ ഫലം പുരോഗമിക്കുകയാണെന്നും ആദ്യം ശേഖരിച്ച DNA സാമ്പിളുകളിൽ നിന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ ബന്ധുക്കളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിക്കേണ്ടി വന്നുവെന്നും സിവിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാകേഷ് ജോഷി പറഞ്ഞു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി വിശ്വാസ് കുമാർ രമേശിന്റെ സഹോദരൻ അജയിന്റെ സംസ്കാരം ഇന്നലെ ദിയുവിൽ നടന്നു. സഹോദരന്റെ വിയോഗം താങ്ങാനാവാതെ വിശ്വാസ് വിങ്ങിപ്പൊട്ടി. വേദനയോടെ സഹോദരന്റെ മൃതദേഹം തോളിലേറ്റി വിശ്വാസ് നടന്നു. വിമാനാപകടത്തിന് പിന്നാലെ എയർ ഇന്ത്യ ബോയിംഗ് ഡ്രീം ലൈനർ സർവീസുകൾ 15% വെട്ടിച്ചുരുക്കി. ജൂൺ 20 മുതൽ ജൂലൈ പകുതി വരെയാണ് സർവീസുകൾ കുറച്ചത്. സർവീസുകൾ വെട്ടിക്കുറച്ചതിലും അപകടത്തിലും എയർ ഇന്ത്യയുടെയും ടാറ്റ സൺസിന്റെയും ചെയർമാൻ N. ചന്ദ്രശേഖരൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നും അവരെ പിന്തുണയ്ക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.